അര കിലോ ബീഫിനെ നമ്മൾ നന്നായിട്ട് കഴുകി നമുക്ക് ആവശ്യമുള്ള സൈസിലുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, അല്പം വെളുത്തുള്ളി, ഇത് രണ്ടും നന്നായിട്ട് ചതച്ച് അരച്ച് കൂടെ ചേർക്കണം. അതിന് നമുക്ക് കുക്കറിലാക്കാം, ഒരു കൊച്ചു കുക്കറിലാക്കാം. എന്നിട്ട് അതിലേക്ക് 2 പച്ചമുളക് 2-3 കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കാം. ഈ സമയത്താണ് മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടത്. മഞ്ഞൾപ്പൊടി 1 നുള്ളിലാണ് ചേർക്കേണ്ടത്. 1 നുള്ളെന്ന് പറയുമ്പോൾ നമ്മൾ 1 സ്പൂണിൻ്റെ 10-1, മുളക് പൊടി എടുക്കുന്ന 1 സ്പൂണിൻ്റെ 10-1 അത്രയും ചേർത്താൽ മതി. മാക്സിമം പോയാൽ ഇതിൽ ചേർക്കുന്ന മുളക് പൊടിയുടെ 5-1 ചേർത്താൽ മതി. അതിനപ്പുറം ചേർക്കരുത്. അധികം ചേർത്ത് അവസാനം മഞ്ഞ കളർ അടിച്ചിരിക്കും. മഞ്ഞായിട്ടിരിക്കാൻ പാടില്ല. ഒരു കളറൊക്കെ, ചുവപ്പ് കളറൊക്കെ വേണമെങ്കിൽ അധികം മഞ്ഞൾപ്പൊടി ചേർക്കാൻ പാടില്ല. അതുകൊണ്ട് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. എന്നിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം അടുപ്പിൽ വെച്ച് കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ കേൾക്കുന്ന വരെ വേവിക്കാം. കുക്കറിൽ ആക്കുന്ന സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടി എടുക്കാം. ആ ചീനച്ചട്ടിയിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, എന്നിട്ട് അല്പം കുറച്ച് പെരുംജീരകം കൂടെ ചേർത്ത് കാര്യമായിട്ട് വഴറ്റണം. വഴറ്റുക എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും പച്ചമണം മാറുന്ന രീതിയിലാവണം. അവസാനം തീ കുറച്ച് തന്നെ ഇരിക്കണം, സിമ്മിൽ തന്നെ ഇരിക്കണം. അധികം ചൂടാക്കരുത്. മാക്സിമം പെട്ടെന്ന് ചൂടായ അവസാനം ഇത് കരിഞ്ഞു പോകും. അങ്ങനെ കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ, സിമ്മല്ല മീഡിയം ഫ്ലെയിമിൽ ഇതിനെ വഴറ്റണം. അവസാനം അത് കിണ്ടിയിരിക്കണം. അവസാനം അത് കളർ മാറി, ചുവപ്പ് കളറൊക്കെ മാറി ഒരുമാതിരി ഡാർക്ക് കളറൊക്കെ ആവും. അത്രയും നേരം ആവുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ രീതി അധികം ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിവില്ല. അതായത് നമ്മൾ ആദ്യം ബീഫിനെ സെപ്പറേറ്റ് വേവിക്കും. അതിനുശേഷം ഇടുന്ന മസാല എന്ന് വെച്ചാൽ ഗരം മസാല ഇപ്പോൾ ഇടുന്നില്ല. ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും സെപ്പറേറ്റ് എണ്ണയായിട്ട് ചേർത്ത് വേവിക്കും. അതിനുശേഷമാണ് ചീനച്ചട്ടിയിൽ, വലിയ ചട്ടിയിൽ, ഉരുളിയിൽ നമ്മൾ ഉള്ളി വേവിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് 3 സെപ്പറേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ബീഫിൻ്റെ വേവെന്നൊക്കെ സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മസാല, അതായത് മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും വേവ് നമുക്ക് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഉള്ളിയുടെ വേവ് സെപ്പറേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് 3 നമുക്ക് കൺട്രോൾ ചെയ്ത് പറ്റിയാൽ നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് എങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ രീതി നമ്മൾ സാധാരണ വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന രീതിയല്ല. സാധാരണ എന്ന് വെച്ചാൽ പലരും ചെയ്യുന്നത് ഇതെല്ലാം കൂടെ വെട്ടിയറിഞ്ഞ് കുക്കറിലാക്കിയിട്ട് ഒരുമിച്ച് തന്നെ ചേർത്ത് വേവിച്ചങ്ങ് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് കാണില്ല, ഇഷ്ടമുള്ള രീതിയിൽ ഗ്രേവി കാണില്ല, ഒരേപോലെ എല്ലാം വേവില്ല. ഇങ്ങനെ ചെയ്താൽ, ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വെന്ത് കിട്ടും. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വേവിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ മസാല റെഡിയായതിനു ശേഷം നമുക്കതിനെ ഒരു കളർ മാറി വരുമ്പോൾ, അതായത് അല്പം ഡാർക്ക് നിറമാകുമ്പോഴേക്ക് നമുക്കതിനെ എടുത്ത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ മുളക് പൊടിയുടെ മിക്സ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അവസാനം ഉണ്ടാക്കുന്ന ആ പാത്രം, അതായത് ഉരുളിയ ഏത് പാത്രമാണെങ്കിലും അതിനെടുക്കുക. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ച് ചൂടാക്കണം. എണ്ണ ചൂടായതിനു ശേഷം അതിൽ കടുകിട്ട് താളിക്കണം. എനിക്കൊരബദ്ധം പറ്റി. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ആ ചീനച്ചട്ടിയിലാണ് ആദ്യം എണ്ണ ഒഴിച്ചത്. അങ്ങനെയല്ല, സെപ്പറേറ്റ് എണ്ണയിലാണ്, ചീനച്ചട്ടിയിലാണ് ഒഴിക്കേണ്ടത്. ആദ്യം ഫാൻ ഉണ്ടാക്കുന്നത് അതിലാണ് നമ്മൾ സവാള വഴറ്റേണ്ടത്. അതാണ് ഈ ചുവപ്പ് കളർ വന്ന് നേരത്തെ ഒഴിച്ചതിലുള്ള മുളകുപൊടിയുടെ കളർ. അപ്പോൾ സെപ്പറേറ്റ് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് അതിലിട്ട് സവാള ഇട്ട് വഴറ്റണം. കടുക് താളിച്ചതിന് ശേഷം സവാള ഇടുമ്പോൾ കുറച്ച് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കണ്ട. നേരത്തെ നമ്മൾ കുറച്ച് ചേർത്ത് കഴിഞ്ഞ ഇറച്ചിയിൽ, അതുകൊണ്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഞാൻ ഇതിൽ ഒരു മുളക് കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് കൂടെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചേർത്ത് ഇളക്കി കൊടുക്കണം.
നമ്മളിങ്ങനെ ഇളക്കി അവസാനം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കണം. അതായത് കളറൊക്കെ കാര്യമായിട്ട് മാറി വരണം. അവസാനം ഈ ഉള്ളി ഉടയുന്ന ആ രീതിയിലുള്ള വേവ് വരണം. അവസാനം നമുക്ക് മനസ്സിലാവും ഇത് ഉള്ളി ഉടയുന്നത്, അതായത് ഫുള്ളായിട്ടിരിക്കുന്നത് മാറിയിട്ട് ഉടഞ്ഞു വരും. ആ രീതിയിൽ ഇതിനെ വേവിക്കണം, ഉടയുന്നത് വരെ. ഇപ്പോൾ കണ്ടില്ലേ, സവാള കാര്യമായിട്ട് ഉടഞ്ഞിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ ഈ കളർ വന്നിട്ടുണ്ട്. ഇത് വെന്തതിൻ്റെ കളറാണ്, കരിഞ്ഞതല്ല, വെന്തതിൻ്റെ കളറാണ്. അപ്പോൾ നമുക്ക് ഇനിയാണ് ഇതിലേക്ക് നമ്മൾ നേരത്തെ പാകമാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കേണ്ടത്, അവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കേണ്ടത്. അങ്ങനെ നമുക്ക് ബീഫ് ചേർക്കാം. ബീഫ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച മുളക് പൊടിയുടെ മിക്സ് ചേർക്കാം. മുളക് പൊടിയുടെ മിക്സ് നമ്മൾ എല്ലാം ഒരുമിച്ച് ചേർത്ത് തട്ടാതെ 2 സ്റ്റെപ്പായിട്ട് തട്ടണം. അളവ് നോക്കി ശ്രദ്ധിച്ച് 2 സ്റ്റെപ്പായിട്ട് തന്നെ തട്ടണം. രണ്ടും സ്റ്റെപ്പായിട്ട് തട്ടാൻ നോക്കുന്ന കാര്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. മുളക് പൊടിയായിട്ട് അളവൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് തട്ടാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് അതിൻ്റെ കളർ എങ്ങനെയാണെന്ന് ഇപ്പോഴേ മനസ്സിലാവും. ഇതൊന്നുമല്ല, കാര്യമായിട്ട് കുറുകി വരുമ്പോൾ കുറച്ചുകൂടെ കളർ കയറും. അടുത്തതായിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ കുരുമുളക് പൊടിയും ഒരു നല്ല പഴുത്ത ടൊമാറ്റോയും ചേർക്കുന്നത്. നമ്മൾ ടൊമാറ്റോ ചേർക്കുമ്പോൾ വീണ്ടും ഒരു റെഡ് കളർ കൂടെ വീണ്ടും ഇതിന് കിട്ടും. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കുരുമുളക് പൊടിയുടെ ചെറിയൊരു കളറും അല്പം എരിവും കൂടെ ചേർന്ന് നല്ല സ്പൈസി ആയിട്ട് വരും. ടൊമാറ്റോ ചേർക്കുന്നത് അതിൻ്റെ കളറിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും, അതിൻ്റെ പുളിപ്പിന് വേണ്ടിയല്ല, കളറിന് വേണ്ടിയാണ്. ആളത്ര ഉള്ളെങ്കിലും നല്ലതായിട്ട് കളർ കയറി വരും ടൊമാറ്റോ ഇടുമ്പോൾ. എന്നിട്ട് ആ ടൊമാറ്റോ ഇതിലോട്ട് വെന്ത് ചേർന്നത് വരെ വീണ്ടും ഇത് വേവിക്കണം. ഇപ്പം ഞാൻ ഇറച്ചി മസാല ചേർക്കുകയാണ്. ഇറച്ചി മസാല എന്ന് പറയുമ്പോൾ നമ്മൾ അധികമൊന്നും ചേർക്കരുത്, അത്യാവശ്യത്തിന് വേണ്ടി മാത്രം, പേരിന് മാത്രം. അതായത് നമ്മൾ മസാലയെല്ലാം ചേർത്ത് കഴിഞ്ഞു, ഇനി ഇതിന് മണം കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് ചേർക്കുന്നത്. അതിനുശേഷം കുരുമുളക് പൊടിയും കാര്യമായിട്ട് ശ്രദ്ധിക്കണം, ഓവറായിട്ട് ചേർക്കരുത്, കാര്യമായിട്ട് എരിവ് വരും. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ ഒരു മണവും അല്പം എരിവും കൂടെ ചേർന്ന് നമുക്ക് അളവിനായിട്ട് വരും. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും എത്രയാണ് അളവ് വേണ്ടതെന്ന്. അത് അനുസരിച്ച് അങ്ങ് ചേർത്താൽ മതി. എന്തായാലും നമ്മൾ എല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഒരു മോടി പിടിപ്പിക്കുന്ന പരിപാടി മാത്രമേ ഇത്ര ബാക്കിയുള്ളൂ. അപ്പോൾ നമ്മളിതിനെ കാര്യമായിട്ട് വെന്ത് ചേർന്നത്, അതായത് ഈ ടൊമാറ്റോ വെന്ത് ചേർന്നത് വരെ വേവിക്കാം. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഈ സമയത്ത് നമ്മൾ ഉപ്പിൻ്റെ അളവ് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർക്കണം. പിന്നെ ഇപ്പോൾ ചേർത്താൽ നന്നായിട്ട് ചേർന്ന് കിട്ടും, ഇതിൻ്റെ കൂടെ ഉപ്പ് പിടിച്ച് കിട്ടും. അധികം ചേർക്കേണ്ട, അളവ് നോക്കിയതിന് ശേഷം ചേർക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സിമ്മിലാണ് റെഡിയാക്കേണ്ടത്. അതായത് ഗ്യാസിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വെച്ചാണ് റെഡിയാക്കേണ്ടത്. സിമ്മിൽ വെച്ചാൽ അത്രയ്ക്ക് ബീഫിനൊരു ടേസ്റ്റ് കൂടും. എത്ര നേരം ബീഫ് ചൂടായി കിടക്കുന്നു അത്രയ്ക്ക് അതിൻ്റെ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇത് റെഡിയാക്കാം. സിമ്മിൽ വെച്ച് അടച്ച് വെച്ച് ഇതിന് അവസാനത്തെ സ്റ്റെപ്പ് വേവിക്കാം. അടുത്ത സ്റ്റെപ്പ് വേവിച്ച് ഇതിനെ കുറുക്കിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അതായത് കുറുക്കണമെങ്കിൽ കുറുക്കുക, അല്ലെങ്കിൽ അല്പം തിക്കായിട്ട് ഗ്രേവി ഉള്ള രീതിയിലെടുക്കാം. ഇതൊക്കെ അത്രയ്ക്ക് നന്നായിരിക്കും. കാരണം ഇതിന് എല്ലാം കൂടെ അരപ്പൊക്കെ ഉണ്ട്, അതായത് ഈ ഉള്ളിയൊക്കെ ചേർന്ന ഒരു അരപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ഗ്രേവി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിക്കാക്കി അത്രയ്ക്ക് കട്ടിയാക്കി അത്രയ്ക്ക് നന്നായിരിക്കും. ഓക്കെ, അങ്ങനെ ഇത് റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഇങ്ങനെ ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളിയും വേവും, ബീഫും വേവും, മുളക് പൊടി മസാലകളും വേവും. നമുക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്, നേരെ ചെയ്യാൻ പറ്റും. അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് കുക്കറിലിട്ട് റെഡിയാക്കിയാൽ അതിന് കറക്റ്റായിട്ട് അതിൻ്റെ രീതിയിൽ വേവില്ല. ഇങ്ങനെ ചെയ്താൽ കറക്റ്റായിട്ട് അതിൻ്റേതായ രീതിയിൽ വെന്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.